കീം 2024 ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 2024 ജൂൺ 5 മുതൽ 10 വരെ കേരളത്തിൽ നടന്ന എക്സാമിനേഷൻ ആൻസർ കീ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അവിടെ പോയി ചെക്ക് ചെയ്ത് ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, അതിലെന്തെങ്കിലും അപാകതകൾ നിങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കറക്ഷനോ എററോ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള അവസരവും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഈ ഒരു അപ്പീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ 1-2 ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു നോട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ളൊരു രേഖ കൈവശം കരുതുക. അതിനുശേഷം നിങ്ങൾക്ക് ആക്ഷേപമുള്ള ഓരോ ചോദ്യത്തിനും, അതായത് നിങ്ങൾ പിക്ക് ചെയ്ത ഓരോ ചോദ്യത്തിനും 100 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ വരുന്ന 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഒന്നുകിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഇനി ഈ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് കേരള സർക്കാർ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം, 7ാം നില, KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ്, തമ്പാനൂർ, തിരുവനന്തപുരം 69501. ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. ആരും തന്നെ ഇമെയിലായിട്ടോ ഫാക്സായിട്ടോ ഒന്നും ഈ ഒരു പരാതി ഉന്നയിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നേരിട്ട് പോവുക, അല്ലെങ്കിൽ തപാലിൽ അയക്കുക. പിന്നെ ഈ ഒരു പൈസ 100 രൂപ അത് മസ്റ്റാണ്. അത് വെക്കാത്ത പക്ഷം അവർ പരിഗണിക്കത്തില്ല. ഇനി ഈ ഒരു ഉന്നയിച്ചിരിക്കുന്ന, അതായത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന, അപ്പീൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രശ്നം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത തുക തിരിച്ചു കിട്ടും. ഈ ഒരു തുക തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന ആ ഒരു അപേക്ഷയിൽ റീഫണ്ടിനായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്തേക്കുക. അതായത് ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ, ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും പേര്, IFSC കോഡ്, പിന്നെ നിങ്ങളുടെ പേര് തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പരും കൊടുത്തിട്ടുണ്ട്. 0471 2525 300. Thank you.